ഇനി ഫാൽക്കെ അവാർഡിന്റെ പശ്ചാത്തലത്തിൽ പറയുകയാണെങ്കിൽ പലപ്പോഴും അല്ലെങ്കിൽ എപ്പോഴും ഫാൽക്കെ അവാർഡിന് മാനദണ്ഡമാവുക ആ സിനിമയ്ക്ക് നൽകിയ കോൺട്രിബ്യൂഷൻസ് വെച്ചിട്ടാണ്. ഇപ്പൊ സാമ്പത്തികപരമായിട്ടും വാണിജ്യപരമായിട്ടും പറയുകയാണെങ്കിൽ മലയാളത്തിലെ പ്രധാന മൈൽ സ്റ്റോൺസ് ആയ 1 കോടി, 5 കോടി, 10, 25, 50, 100, ഇപ്പൊ 200 കോടി വരെ എത്തി നിൽക്കുന്ന മൈൽ സ്റ്റോൺസ് ഒട്ടുമിക്ക തവണയും അല്ലെങ്കിൽ എല്ലാ തവണയും ബ്രേക്ക് ചെയ്തിരിക്കുന്നത് മോഹൻലാൽ ചിത്രങ്ങളാണ്. അല്ലെ, ഈ ചിത്രങ്ങളിലെ കോമൺ ആള് എന്ന് പറയുന്നത് മോഹൻലാലാണ്. സംവിധായകരും എഴുത്തുകാരും മാറി മാറി വരികയായിരുന്നു. ഇത് സാമ്പത്തികമായിട്ടുള്ള ഒരു വലിയ കാര്യമാണ്. ഒരിക്കൽ രണ്ടാം ഊഴത്തിന്റെ ഒരു ചർച്ച വന്നപ്പോൾ സോഷ്യൽ മീഡിയ യുദ്ധത്തിൽ വളരെ ആകസ്മികമായി ഞാനും പെട്ടുപോയി. കുറച്ചുകൂടെ വർഷങ്ങൾക്ക് മുമ്പാണ്. അപ്പോൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, 500 കോടിയൊക്കെ എങ്ങനെപ്പാ എന്തോ തള്ളുന്നതിനൊരു മയത്തി തള്ളു സാറ് എന്നൊക്കെ ആ പോസ്റ്റിട്ട ആളോട് പരിഹസിക്കുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ എഴുതിയ ഒരു കമന്റ് ഇത്ര മാത്രമാണ്: മോഹൻലാൽ ഉള്ളിടത്തോളം കാലം ഇതൊന്നും ഇമ്പോസിബിൾ അല്ല. ഇതൊക്കെ ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കും. കാരണം ഈ ഞാൻ നേരത്തെ സൂപ്പർ ജീനിയസുകളുടെ കാര്യം പറഞ്ഞു. ഇവരുടെയൊക്കെ തിങ്കിങ് പ്രോസസ്സ് തന്നെ നമ്മൾ സാധാരണക്കാരുടെ കൂട്ടമല്ല. ഒരു ചിന്തിക്കുന്നതൊന്നും ഇങ്ങനെയൊന്നുമല്ല. ഇപ്പൊ സാമ്പത്തിക വിജയങ്ങളുടെ ഒരു കോൺട്രിബ്യൂഷൻ നമ്മൾ പറഞ്ഞു. കാരണം ഇത് പറയാനുള്ള പ്രധാന കാര്യം, മലയാളം സിനിമകളിൽ എപ്പോഴും ഈ പറയുന്ന പോലെ നമ്മുടെ മാർക്കറ്റ് കേരളത്തിൽ മാത്രം ഒതുങ്ങിക്കുക, മാക്സിമം തമിഴ്നാട് വരെ പോകുന്ന ഒരു ഇതായിരുന്നു. അത് പറയുമ്പോൾ ഇപ്പോൾ ബോളിവുഡ്, തമിഴ്, തെലുങ്ക് കുറച്ച് വർഷങ്ങൾ മുമ്പ് വരെ, ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ, അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങൾ മാത്രം മുമ്പ് വരെ ഈ 3 ഭാഷകളിലെ സിനിമകളായിരുന്നു ലോകം മുഴുവനുള്ള റീച്ച് ഉണ്ടായിരുന്നത്. മലയാള സിനിമകൾക്ക് അത് ഉണ്ടായിരുന്നില്ല. എന്നിട്ടും മറ്റ് ഇന്ത്യയിലെ പ്രാദേശിക ഭാഷാ സിനിമകളിൽ നിന്നും മലയാളം വേറിട്ട് നിന്നത് മലയാളത്തിന്റെ സ്ക്രിപ്റ്റുകളുടെ കാമ്പും ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കൊണ്ടുമാണ്. ജോലിപരമായിട്ട് ഗുർഗാവിലെത്തിയ സമയത്ത് ഒരു ഹരിയാനക്കാരൻ എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ മോഹൻലാലിന്റെ നാട്ടിൽ നിന്നാണോ? അല്ലേ, ആണോ ചോദിച്ചു. അപ്പൊ ഇതാണ് ആ ഒരു സിഗ്നേച്ചർ. അദ്ദേഹം ഒരുപാട് വ്യാപകമായിട്ട് സിനിമ കാണുന്ന ആളൊന്നുമല്ല, പക്ഷെ എന്നിട്ടും പുള്ളി ചോദിച്ചു. അപ്പോൾ ഇത്തരം സ്ക്രിപ്റ്റുകളുടെ കാര്യം പറയുമ്പോൾ കേരളത്തിൽ ഒരു കുറച്ച് വർഷം മുമ്പ് ഒരു യുവ നടൻ ഒരു ഇന്റർവ്യൂ പറയുന്നത് കേട്ടു. അന്നൊക്കെ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കാൻ ആൾക്കാരുണ്ടായിരുന്നു, ഇന്ന് ഞങ്ങൾക്കതില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അതിൽ ഒരു മറുവശം അന്ന് ലോഹി സാറ് പറഞ്ഞുണ്ടായി, ഇത് നമ്മളിത് എഴുതുമ്പോൾ ചെയ്യാൻ മോഹൻലാലും മമ്മൂട്ടിയും നിപ്പുണ്ട് എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട്. സത്യമാണത്. കാരണം സ്ക്രിപ്റ്റ് എഴുതിയാൽ മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു കഥാപാത്രമല്ല കമലതളത്തിന്, അല്ലെങ്കിൽ വാനപ്രസ്ഥത്തില്, അല്ലെങ്കിൽ ഭരതത്തില്. അതൊക്കെ എത്ര മികച്ച ഇതായിട്ടാലും അതിൽ ആ കഥാപാത്രമാവുക എന്ന് പറയുന്നത് വളരെ വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. സ്കൂളിൽ നാടകത്തിലും കോളേജിൽ അത് സീരിയസ് ആയിട്ട് സ്കിറ്റിലും ഡ്രാമയിലും ഒക്കെ അഭിനയിക്കുന്ന സമയത്തും മനസ്സിലെ ഒരു ഇതെന്ന് പറയുന്നത് ഇദ്ദേഹത്തോളം നമുക്കൊരിക്കലും പോകാൻ കഴിയില്ല എന്നുള്ളൊരു ചിന്ത തന്നെയായിരുന്നു തീർച്ചയായിട്ടും. അപ്പോൾ ഇത്തരത്തിൽ മലയാള സിനിമ ഇപ്പം നോക്കിയാൽ ഇപ്പോൾ 2025 വന്ന് നിൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സിനിമകൾക്കാണ് 200 കോടി ക്ലബിലേക്ക് കയറിയിരിക്കുന്നത്. സ്പെയിനിൽ ഇരുന്നിട്ടൊക്കെയാണ് ആൾക്കാർ സിനിമ കണ്ടിട്ട് വിളിച്ചു പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഇപ്പം നാഷണൽ ലെവൽ, ഇപ്പൊ ദൃശ്യം പല ഭാഷകളിലെടുത്തു, പക്ഷേ ഇത് കണ്ട നാഷണൽ ലെവലിലുള്ള മറ്റ് സംസ്ഥാനത്തിൽ നിന്ന് വരുന്ന കൊളീഗ്സ് ഒക്കെ ഓഫീസിൽ പറയാറുണ്ട്, ഫസ്റ്റ് പാർട്ട് കണ്ടു മോഹൻലാൽ തന്നെയാണ് ഏറ്റവും മികച്ച രീതിയിൽ ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ദൃശ്യം 2 ഇറങ്ങിയത് കോവിഡ് സമയത്തായതുകൊണ്ട് മലയാളത്തിൽ ആദ്യം വന്നതുകൊണ്ടും ഒരുപാട് പേര് കണ്ടു. പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഇത് പറയേണ്ട കാര്യമില്ല, ആരാണ് ലാലേട്ടൻ അല്ലെങ്കിൽ എന്താണ് അദ്ദേഹം എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും വെരി വെരി വെൽ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. മികച്ച സന്തോഷം, ഒരുപാട് സന്തോഷം. മലയാളികൾക്കിത് അഭിമാനത്തിന്റെ നിമിഷമാണ്. ഇനിയും അദ്ദേഹത്തിന് കീഴടക്കാൻ ഒരുപാട് വൃക്ഷങ്ങളും ഉയരങ്ങളും അവിടെ ഉണ്ടാവട്ടെ. അതെല്ലാം അദ്ദേഹം കീഴടക്കുക തന്നെ ചെയ്യും. കാരണം ഒരിക്കൽ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ, ഞാനൊന്നും ആഗ്രഹിക്കാറില്ല, കാരണം ആഗ്രഹിച്ചാൽ എനിക്കത് കിട്ടിപ്പോകും മോനെ എന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ബിഗ് സല്യൂട്ട് ഫോർ ദ ജീനിയസ്. ഇനി അദ്ദേഹത്തിന് ഒരുപാട് വർഷങ്ങൾ ജീവിച്ചിരിക്കട്ടെ എന്നും അഭിനയിക്കാൻ കഴിയട്ടെ എന്നും ഉള്ളിൽ തട്ടി പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. താങ്ക് യു.